പശ്ചിമേഷ്യ കലുഷിതം തന്നെയാണ്. വൈദ്യുത നിലയങ്ങളും പാലങ്ങളും അടക്കം ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ 9 ഇന്ത്യൻ നാവികരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ക്രൂഡ് വിലയൊക്കെ കുതിച്ചുയരുകയാണ്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ആശങ്ക വർദ്ധിക്കുകയാണ്. ട്രംപിന്റെ ഉപരോധമൊക്കെ നിലവിൽ വരുന്ന ഒരു സാഹചര്യം. അതൊക്കെ ഇനി ഏത് തലത്തിലേക്ക് പോകും? കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും സംബന്ധിച്ചും ആശങ്കയാകുന്നത്. പ്രവാസികളെയൊക്കെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ ഓണക്കാലമാണ്, തിരികെ വരണം. അതിന് ഇനി വിമാന സർവീസുകൾ യുഎയിലൊക്കെ ആണെങ്കിൽ ഒരു ജാഗ്രതയൊക്കെ പുലർത്തണം എന്നതുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആകെ മൊത്തം ആശങ്കയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പശ്ചിമേഷ്യ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് പശ്ചിമേഷ്യ തുടരുന്നത്. ഏറ്റവും പ്രധാനം ഇത് പുലർച്ചെയും തെക്കൻ ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിനേക്കാൾ പ്രധാനം, നേരത്തെ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും പ്രഖ്യാപിച്ചിരുന്നു ഇറാനിൽ ശക്തമായിട്ടുള്ള ഉപരോധം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇറാനിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളും അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് പോകുന്ന കപ്പലുകളും തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇറാൻ സമയം രാത്രി 12 മണിക്ക്, അതായത് UAE സമയം ഏതാണ്ട് 1:30 ഈ ഉപരോധം നിലവിൽ വന്നു എന്നാണ് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഏതാണ്ട് 20ഓളം യുദ്ധക്കപ്പലുകളാണ് ഇതിനുവേണ്ടി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. യുദ്ധക്കപ്പലുകൾക്കൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളുമുണ്ട്, ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനം ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് വരുന്ന കപ്പലുകളും ഇറാനിൽ നിന്ന് പോകുന്ന ഇന്ധന ടാങ്കറുകൾ അടക്കമുള്ളവയും തടയും. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതും അടുത്ത ആഴ്ചയായിരിക്കും ഇറാൻ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ദിവസങ്ങൾ എന്നാണ് ട്രംപ് പറയുന്നത്. അടുത്ത ആഴ്ച രൂക്ഷമായിട്ടുള്ള ആക്രമണം ഇറാനെതിരെ ഉണ്ടാകും. ഇറാന്റെ പാലങ്ങൾ തകർക്കും, ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും, അതോടൊപ്പം തന്നെ പവർ പ്ലാന്റുകൾ തകർക്കും എന്നൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ആക്രമണം ഇറാനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ഹോർമൂസിലൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചരക്ക് കപ്പലുകളൊന്നും കാര്യമായി കടന്നു പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ആകെ 10 കപ്പലുകൾ കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കൂടുതൽ ചരക്ക് കപ്പലുകളൊന്നും പോകുന്നില്ല. കാരണം ഇറാനെതിരായിട്ടുള്ള അമേരിക്കയുടെ ഉപരോധമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പാതയിലൂടെ കപ്പലുകൾ പോകുന്നതിനുള്ള ഇറാന്റെ ഉപരോധമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹോർമൂസിനെ ഏതാണ്ട് നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്.